ഏറ്റവും അധികം എന്നെ ഇഷ്ടപ്പെടുത്തിയതും സന്തോഷിപ്പിച്ചതുമായ ഒരു സംഗതി ബഹുമാനപ്പെട്ട കുമ്പോൽ കുഞ്ഞിക്കോയ തങ്ങളവറുകളുടെ പ്രത്യേക ഒരു സാന്നിധ്യമാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ സമ്മേളനത്തിന് വേണ്ടി നിശ്ചയിച്ച സ്ഥലത്ത് നിങ്ങൾ പോകണം, നിങ്ങളവിടെ പോയി ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. മൂപ്പരോട് നേരിട്ട് പറഞ്ഞതല്ല, ഞാൻ വേറൊരാളോട് ഏൽപ്പിച്ചതാണ് ഞാൻ പോയി പറയാൻ വേണ്ടി. പിന്നെ മറ്റൊന്നുകൂടി പറഞ്ഞോളൂ, ഒരു കൊടി കാൽനാട്ടൽ കർമ്മം ഉണ്ടായിരുന്നു, അത് ബഹുമാനപ്പെട്ട തങ്ങളെ നിങ്ങൾ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കറിയാലോ, തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, തങ്ങൾ ആളുകളെ മുന്നിലൊന്നും അങ്ങനെ പ്രത്യക്ഷപ്പെടില്ല. അപ്പോൾ വന്നിട്ട് അവിടെ വണ്ടിയിലിരുന്നു, 5 അടി തങ്ങളും കൊണ്ട് പറഞ്ഞയച്ചു. മൂപ്പര് പറഞ്ഞു, എനിക്കണ്ട് വരാൻ കഴിയൂല, കാലിന് വേദനയൊക്കെ ഉണ്ട് എന്നാണ്. അങ്ങനെ ഞാൻ വരുമ്പോൾ എന്നെ വിളിപ്പിച്ചു. ഞാൻ ആ വണ്ടിയിലിൻ്റെ പുറത്തുനിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിൽ കയറിയിരുന്നു. എൻ്റെ കാലിന് വേദന ഉണ്ട്, ഇവിടെ ഒന്ന് തടകണം എന്ന് പറഞ്ഞു. ഞാൻ മൂപ്പര് കാൽമേലൊന്ന് ഇങ്ങനെ ഒന്ന് തടകി കൊടുത്തു. അങ്ങനെ എന്നോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഇഫ്തിഖാർ UT ഖാദർ സാഹിബിൻ്റെ അഞ്ചൻ ഇഫ്തിഖാർ ചെയ്ത സംഭാവന സംബന്ധിച്ചു എന്നോട് ഉണർത്തി. ഇങ്ങനെ ഇഫ്തിഖാർ 10 ലക്ഷം രൂപ ഈ യാത്രയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് ബഹുമാനപ്പെട്ടവരവിടെ അന്ന് രാവിലെ വന്നു, അല്ല എന്ന് തോന്നുന്നു, അവിടെ വന്ന് അവിടുന്ന് പ്രത്യേകം നമ്മ സമ്മേളനം നടക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് വെച്ചുകൊണ്ട് ദ്വാരക്കും, പിന്നെ ക്യാമ്പിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട സ്ഥലവും മറ്റ് നമ്മുടെ അതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ അന്ന് ഇവിടെ കാഞ്ഞങ്ങാടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, നിങ്ങൾ രാവിലെ വീട്ടിൽ വരണം, നിർബന്ധമായി വരണം എന്ന് പറഞ്ഞു. വന്നു. അവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു രാജോചിതമായ ഒരു സ്വീകരണം എനിക്ക് നൽകി. രാവിലെ നാസ്താക്കാൻ വരണം എന്ന് പറഞ്ഞു. നല്ലൊരു നാസ്തി തന്നു. അപ്പം ഞാൻ തങ്ങളോട് പറഞ്ഞു, അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുന്നുണ്ട്, അതൊക്കെ വലിയ സംഭവമായിക്കോളും, നിങ്ങൾ തുടങ്ങിക്കോളിന്ന്. അപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അപ്പം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ മൂപ്പരിങ്ങനെ സദസ്സുകളിലൊക്കെ വന്നാൽ തന്നെ നമ്മളറിയില്ല, എവിടെയെങ്കിലുമൊക്കെ വന്നെന്ന് പോവലാണ്. അവരുടെ സാന്നിധ്യം അറിയിക്കും. ഇന്നിവിടെ വന്നു, ഇത് കണ്ട് സന്തോഷിച്ചു, ഭയങ്കര സന്തോഷം രേഖപ്പെടുത്തി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, അല്ല നമ്മളുടെ കുഞ്ഞിൽ സമ്മേളനത്തിന് നിങ്ങൾ വരണം, സ്റ്റേജിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല, മൂപ്പരങ്ങനെ വരില്ല എന്നുള്ളത്. ഏതായാലും അന്ന് ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിൽ സമ്മേളനത്തിൽ ഞാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവര് ബഹുമാനപ്പെട്ട അവരണിയിച്ചതാണ് ഈ ഷർട്ട്, ഈ തലീകെട്ടും. അവരഞ്ചൻ അനിതങ്ങളും ഒരു തലീകെട്ട് എനിക്ക് അണിയിച്ചിരുന്നു. അപ്പം ഞാൻ ഇവരെ എന്നോട് പറഞ്ഞത് എടുത്തേച്ച് മറ്റേ തലീകെട്ട് വെച്ച് പ്രസംഗിച്ചാൽ പോരെ. അപ്പം ഞാൻ പറഞ്ഞു, ഇത് പറ്റൂല, പ്രസംഗം കഴിയണവരെ ബഹുമാനപ്പെട്ട തങ്ങൾ തലയിൽ വെച്ച് 35 കൊണ്ട് വെപ്പിച്ച ഈ തലീകെട്ടും അവർ ധരിപ്പിച്ചു തന്ന ഈ കുപ്പായൊക്കെ എൻ്റെ ശരീരത്തിലുണ്ടാവട്ടെ. അപ്പോൾ ഏതായാലും മഹാന്മാരാകുന്ന എല്ലാ സാദാത്തുക്കളുടെയും, കേരളത്തിലും കർണാടകയിലൊക്കെ ഉള്ള എല്ലാ തങ്ങന്മാരുടെയും പിന്തുണ, അവർക്കുള്ളതായ പ്രോത്സാഹനം, അവർക്കുള്ള ദുആ ഒക്കെ നമ്മളൊപ്പം ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മരണപ്പെട്ടു